Hey Paralis, welcome back to Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്കോ ഷോ 5ന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാമല്ലോ, എനിക്ക് ഓൾറെഡി ഒരു എക്കോ ഡോട്ട് 4th ജനറേഷൻ ഉണ്ട്. പക്ഷേ ഇത് നല്ലൊരു ഡീലിൽ ഞാൻ ആമസോണിൽ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ ഞാനിത് മേടിച്ചു. ഡൗൺ ദ ലൈൻ എനിക്കൊരു സ്മാർട്ട് ക്യാമറ മേടിക്കുന്ന ആഗ്രഹമുണ്ട്. മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് അലക്സ ഷോമി ഫ്രണ്ട് ഡോർ ക്യാമറ എന്ന് പറയുമ്പം ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ ഫ്രണ്ട് ഡോർ ക്യാമറ കാണിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും ഡോറ് വന്ന് റിങ് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്കറിയാമല്ലോ ആരാ വന്നേക്കുന്നത്, ഓപ്പൺ ചെയ്യണോ വേണ്ട എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് ഇത് മേടിച്ചത്. എനിവേ നമുക്ക് ഡിലേ ചെയ്യാതെ അൺബോക്സിങ് കാണാം. ഇത് അൺബോക്സ് ചെയ്യാൻ നമ്മളിതൊന്ന് ടേൺ ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ ടാബ് പോലുണ്ട്, നമുക്കിതൊന്ന് പുള്ള് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പുള്ള് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബോക്സ് കട്ടറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഓപ്പൺ ആക്കി കഴിയുമ്പം നമുക്ക് നമ്മുടെ എക്കോ ഷോ 5 ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോൺ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം ഒരു സെയിം സൈസാണെന്ന് പറയാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടെ ബെസലുണ്ട്, അതായത് കുഞ്ഞു ഡിസ്പ്ലേയും വലിയ ബെസലുമാണ്. അതൊരു മോഡേൺ സ്റ്റൈലല്ല, പക്ഷേ ഇത് ഓൾമോസ്റ്റ് 2 വർഷത്തോളമായിക്കാണ് ഇറങ്ങിയിട്ട്. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഊരാം. നമുക്ക് ഇവിടെ എന്തൊക്കെ ബട്ടൺസാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വിച്ച് വെച്ച് നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഐ ആം ഓൾവേസ് ഗോയിങ് ടു ലീവ് ഇറ്റ് ക്ലോസ്ഡ്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലസ് സൈൻ, അത് നമ്മൾ പാട്ട് കൂട്ടാനും പാട്ട് കുറയ്ക്കാനും. ഇവിടെ 2 മൈക്രോഫോണിൻ്റെ ഹോൾ നിങ്ങൾ കാണുന്നില്ലേ. പിന്നെ നമ്മുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യാനും ഉള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പുറകെ നോക്കുമ്പം നമുക്ക് ഒരു ചെറിയ റബ്ബർ മെറ്റീരിയലാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ ഡെസ്കിൽ വെക്കുമ്പോൾ പോറാതിരിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഈ ഡിവൈസിൻ്റെ പുറകോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കുറച്ച് പോർട്സ് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ പവർ കണക്ട് ചെയ്യുന്നൊരു പോർട്ടാണ്. പിന്നെ ഇതൊരു മൈക്രോ USB പോർട്ടും, പിന്നെ നമുക്ക് നമ്മുടെ ഓക്സ് കേബിൾ ഇവിടെ കണക്ട് ചെയ്ത് വലിയൊരു സ്പീക്കർ വേണം ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇതും പിന്നെ എക്കോ ഡോട്ട് 4th ജനറേഷൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾപ്പിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഏതാണ് ഇച്ചിരി കൂടെ സൗണ്ട് ക്വാളിറ്റി കൂടുതലായിട്ട് തോന്നിയെന്നുള്ള കാര്യം. വേറെ എന്തൊക്കെയാണ് ഈ ബോക്സ് വരുന്നത് നമുക്ക് നോക്കാം. എക്കോ ഷോ എന്ന് പറഞ്ഞൊരു ചെറിയ പാംപ്ലെറ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബ്രിക്ക്. ഇത് മാത്രമേ ഈ ബോക്സിനകത്ത് വന്നുള്ളൂ, വേറെ ഒന്നും വന്നില്ല. വിച്ച് ഇസ് ഫൈൻ, വേറെ എന്തോ അവർക്ക് തരാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് പ്ലഗ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, സെറ്റപ്പ് ഫ്രീ ആണ്. നമുക്ക് ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യാം, അറിയാവുന്ന ഭാഷ സെലക്ട് ചെയ്യാം. ഹലോ, റെഡി ഫോർ സെറ്റപ്പ്. എൻ്റെ ഇൻ്റർനെറ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആമസോൺ അക്കൗണ്ട് ഇൻഫർമേഷൻ ഇട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ആക്കാം. ഇത് നമുക്ക് നമ്മുടെ ക്ലോക്കും വാൾപേപ്പർ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം പ്രീസെറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. മേക്ക് ദിസ് എ ഡെഡിക്കേറ്റഡ് ചിൽഡ്രൻസ് ഡിവൈസ്. പിള്ളേരില്ലല്ലോ, എനിക്ക് പിള്ളേർ ഉണ്ടാക്കി തന്നെ നോക്കാം. Hi, we're glad you're here. ചെറിയൊരു ഇൻട്രോ വീഡിയോ ആയിരുന്നത്. This device is ready. അപ്പോൾ ഞാൻ എൻ്റെ എക്കോ ഷോ കുറച്ച് നേരം ഉപയോഗിച്ചു. കുറച്ച് നേരം പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ഉപയോഗിച്ച് കാണും. ഉപയോഗിച്ചിടത്തോളം അത്രയ്ക്ക് ഫാസ്റ്റ് അല്ല. മീനിങ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ടൈം അത്രയ്ക്ക് ഫാസ്റ്റ് അല്ല. പക്ഷേ നമ്മൾ കൊടുത്ത പൈസ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ഐഫോണിൻ്റെയോ അല്ലെ ഐപാഡിൻ്റെയോ അത്രയ്ക്കുള്ള ഒരു പ്രൊസസ്സറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനില്ല. അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഞാൻ സ്ലൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ച് നേരം എടുക്കുക, ഒരു ചെറിയ ഡിലേ ഉണ്ട്. ആൻഡ് ഇവൻച്വലി എനിക്കറിയത്തില്ല കുറേ നാൾ കഴിയുമ്പം അത് എത്രത്തോളം നമ്മുടെ ഡിവൈസോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം. നമുക്കിതിൻ്റെ കൺട്രോൾസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോമിലോട്ട് പോകാൻ പറ്റും. ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും ഉള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുണ്ട്, പിന്നെ സെറ്റിങ്സും ഉണ്ട്. ഈ അലക്സ എക്കോ ഷോൻ്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഐഫോണിൽ പോകാതെ തന്നെ നമുക്ക് സെറ്റിങ്സ് എല്ലാം ഇവിടെ കൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓബിയസ്ലി നമുക്ക് എക്കോ ഡോട്ട് 4th ജനറേഷനിൽ ഒരു സ്ക്രീൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് സെറ്റിങ്സിലൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നേരിട്ട് നമുക്ക് സെറ്റിങ്സ് പോയി ഓരോ കാര്യങ്ങളും ഇവിടെ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ട് ചെറിയ റെഡ് ബാർ ഇവിടെ വന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മ്യൂട്ട് സ്വിച്ച് ഞെക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു എക്കോ ഷോയെ മ്യൂട്ടിലാണെന്നുള്ള കാര്യം. കണ്ടില്ലേ, ഡിഫറെൻറ്റ് ആംഗിളിൽ നോക്കുമ്പോൾ ഒരു ചീപ്പ് ഡിസ്പ്ലേ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ആൻഡ് ഷാർപ്നെസ്, എല്ലാ ടെസ്റ്റിൻ്റെ ഒക്കെ ഷാർപ്നെസ് നമ്മൾ ഇച്ചിരി അടുത്ത് വെച്ച് നോക്കുമ്പം ചെറിയൊരു പിക്സലേഷൻ ഉണ്ട്. ഇതൊരു 720p ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പിക്സലേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമ്മുടെ ആവശ്യം ഇതിൽ നടക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിങ്സ് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. മെയിനായിട്ട് എനിക്ക് കാണിക്കണം എന്നുള്ളത് ഈ ഹോം ആൻഡ് ക്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് ഉപയോഗിച്ചാണ് നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിലുള്ള ക്ലോക്കിൻ്റെ ഡിസൈനൊക്കെ മാറ്റാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ക്ലോക്ക് ആൻഡ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ ഞെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷനുകളൊക്കെ കിട്ടും. കാരണം ഇച്ചിരി സ്ലോ ആണ്, എല്ലാം ഒന്ന് ഓപ്പൺ ആകാൻ ഇച്ചിരി സ്ലോ ആണ്. നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം സെലക്ട് ചെയ്തേക്കുന്ന ക്ലാസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്.
അപ്പോൾ അത് ഞെക്കുമ്പം അപ്പോൾ ഓരോ ക്ലോക്ക് ഫേസ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഞാനിപ്പോൾ സെർച്ച് ചെയ്തേക്കുന്ന ഈ ഒരു ക്ലോക്കാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു പെൻസിലിൻ്റെ ഐക്കൺ, അത് ഞെക്കുവാണെങ്കിൽ നമുക്കിത് വേണേൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇതിന് മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള എല്ലാ ക്ലോക്ക് ഫേസിനും ആ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ക്ലോക്ക് ഫേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാൾപേപ്പർ മാറ്റാൻ പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരു പ്ലസ് പോയിന്റ് ഇതിനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഓപ്പൺ യൂട്യൂബ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കും. ഇത് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് യൂട്യൂബിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇല്ല, ഇതൊരു വെബ് ബ്രൗസർ ഉപയോഗിച്ചാണ് യൂട്യൂബ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓപ്പൺ യൂട്യൂബ്. Here is YouTube. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ പോപ്പപ്പ് ഇവിടെ കിട്ടും, ഏത് ബ്രൗസറാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ. ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്ന ആമസോൺ സിൽക്ക് എന്ന് പറഞ്ഞൊരു ബ്രൗസറാണ്. ഫയർഫോക്സ് ഒരു ഓപ്ഷനാണ്, നമുക്കപ്പോൾ അത് ഏത് വേണമെങ്കിലും അത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇത് യൂട്യൂബിൻ്റെ വെബ് ബ്രൗസറാണ്. നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഓരോ വീഡിയോ സജഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് മാത്രമല്ല, നമുക്ക് വേറെ കുറേ വീഡിയോ സ്ട്രീമിംഗ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അത് നിങ്ങളെ കാണിക്കാം. അതെങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ആക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് മ്യൂസിക് ഉണ്ട്, വീഡിയോ ഉണ്ട്, സ്മാർട്ട് ഹോം, അങ്ങനത്തെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. വീഡിയോ സെലക്ട് ചെയ്യുമ്പം ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ആമസോൺ പ്രൈം ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ട്യൂബി ഉണ്ട്. ട്യൂബി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ട്യൂബി ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് അവൈലബിൾ ഇൻ ഇന്ത്യ, പക്ഷേ അമേരിക്ക ഇത് ഫ്രീ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് മൂവിയൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് യൂട്യൂബ് എന്നുള്ളൊരു കാര്യം. ഈ വെബായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ല, ഒരു ലോഗോ ഇവിടെ കാണുന്നില്ലേ, ഒരു ഗ്ലോബിൻ്റെ ലോഗോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിന് നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മൾ ആ ഒരു ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കമാൻഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ ട്യൂബി ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഓപ്പൺ ട്യൂബി. Here's Tubi. Free movies and TV. ഇപ്പോൾ നമുക്ക് ഇതിൽ തരുന്ന ഫ്രീ മൂവീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെയും പിന്നെ Echo.4 ഓഡിയോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾ ആരെങ്കിലും ഹെഡ്ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാറ്റിക്കളഞ്ഞോളം, കാരണം ഇത് ഭയങ്കര ലൗഡായിരിക്കും. അപ്പോൾ നമ്മുടെ Echo.4 ഞാൻ എൻ്റെ ഐഫോണിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. Echo Show 5 യൂട്യൂബ് ആപ്പിൽ പോകാൻ പറ്റുന്നതുകൊണ്ട്, യൂട്യൂബ് ആപ്പല്ല, യൂട്യൂബ് വെബ് ബ്രൗസറിൽ പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അത് ഓൾറെഡി ആപ്പ് മ്യൂസിക് അവിടെ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം Echo.4 ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാം. What we do here is go back, 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 back. ഇനി ആ സെയിം പാട്ട് നമുക്ക് Echo Show 5 ഒന്ന് കേട്ട് നോക്കാം. എല്ലാവരും നോട്ടീസ് ചെയ്യുന്നത് എനിക്കറിയാം. Echo Show 5 ആണ് ഇച്ചിരി കൂടെ ലൗഡ് മാത്രമല്ല, നല്ല റിച്ച് സൗണ്ട് തന്നെ ഇതിനുണ്ട്. ഇനി നമുക്ക് Echo Show 5 ഫ്രണ്ട് ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളിവിടെ കാണുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ ഷെയ്ഡ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിരുന്നു റൂം, എന്നാലും എന്നെ നല്ല രീതിയിൽ ഇത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ക്വൈറ്റ് സർപ്രൈസ്ഡ് ബൈ ദ ക്വാളിറ്റി. അവസാനമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇഫ് Echo Show 5 വർത്ത് യുവർ മണി, ആൻഡ് ദാറ്റ് റിയലി ഡിപ്പെൻഡ്സ് ഓൺ യു. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്മാർട്ട് സ്പീക്കർ മതിയെന്നുണ്ടെങ്കിൽ Echo.4 ഒരു നല്ല ഓപ്ഷനാണ്. അല്ലെങ്കിൽ Echo Flex ഉണ്ട്. Echo Flexൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ അത്രയ്ക്ക് ലൗഡല്ല. Echo നിങ്ങളിപ്പോൾ കേട്ടില്ലേ, അത്യാവശ്യം ലൗഡാണ്, നമുക്ക് ആവശ്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് സ്പീക്കർ മാത്രം മതിയെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Echo.4 ആയിരിക്കും. പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ നിങ്ങളുടെ വീട് ഒരു സ്മാർട്ട് ഹോം രീതിയിലാക്കാനാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ Echo Show 5 മേടിക്കാനായിരിക്കും. ഇഫ് യു ആർ ഇൻ മൈ സിറ്റുവേഷൻ, മീനിങ് ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന ജോലി, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഡെസ്കിലായിരിക്കും. അപ്പോൾ ഫ്രണ്ട് ഡോറിൽ ആരെങ്കിലും റിങ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം കാണത്തില്ല പോയി ഓപ്പൺ ചെയ്ത് ആരാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഡിവൈസ് വെച്ച് ഷോ മീ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പം ഇതിൽ നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് റിയലി ഗുഡ്. അതുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ ഈ ഒരു ഡിവൈസ് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇപ്പം നിങ്ങളുടെ ജോലിക്കാർ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓൺലൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുമെങ്കിൽ, അതായത് നമ്മൾ വർക്ക് ലാപ്ടോപ്പ് ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ട്രാക്കേഴ്സ് കാണും നമ്മൾ എന്തുവാണ് ആ ലാപ്ടോപ്പിൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവീസോ അങ്ങനത്തെ പല കാര്യങ്ങളും വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ കാണുന്നുണ്ടെങ്കിലും ഇതൊരു നല്ല ഓപ്ഷനാണ്. സോ എനിവേ, ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത്? Echo Show 5 ആണോ അതോ Echo.4 ആണോ? നിങ്ങൾ എത്ര നേരം കണ്ടാൽ ഭയങ്കര സന്തോഷം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം ബൈ.